ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് എങ്ങനെ റിസെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കാറിന്ന് നമ്മളുടെ സ്റ്റിയറിംഗ് ബോക്സ് എങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് അത് നമുക്ക് എങ്ങനെ റിസെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നിലവിലെ അതിൻ്റെ കണ്ടീഷൻ, അതായത് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് റീസെറ്റാക്കി എടുക്കണം. അതായത് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് ഗ്രീസൊക്കെ മാറ്റി നമുക്ക് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഓരോ പാർട്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോൾ ജോയിൻറ്റിൻ്റെ, അതായത് ഈ റാഡ് അയച്ച് മാറ്റണം. ആദ്യം തന്നെ റാഡ് അയക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾ ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊരു ലോക്ക് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ലോക്ക് ആദ്യം നമ്മളൊരു സ്ക്രൂ ഡ്രൈവറും അതുപോലെ ഹാമറും എടുത്തിട്ട് ജസ്റ്റ് അതിനെ തട്ടി നിവർത്തിയതിന് ശേഷം ആ ലോക്ക് റിമൂവ് ആവും. അതിന് ശേഷം ഒരു സ്പാനറോ അല്ലെങ്കിൽ പൈപ്പ് റാഞ്ചോ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ബോൾ ജോയിൻറ്റ് അവിടെ നിന്ന് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടയർ റോഡ് അയച്ചതിന് ശേഷം നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. കാരണം ടയർ റോഡിൻ്റെ ബോൾ ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൂസ് വരുന്നൊരു ടയർ റോഡ് ഏതാണെന്ന് നോക്കിയാൽ മതി. അതായത് ബോൾ ജോയിൻറ്റ് നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടാവും, അതുപോലെ ഒരു ലൂസായിട്ടായിരിക്കും ബോൾ ജോയിൻറ്റ് ഉണ്ടാവുക. ബോൾ ജോയിൻറ്റ് സാധാരണ രീതിയിൽ കുറച്ച് ടൈറ്റായിട്ടാണ് നിൽക്കേണ്ടത്. കാരണം നമ്മളുടെ ആ ഒരു സ്റ്റിയറിങ് കറക്റ്റ് മൂവ്മെൻറ്റിൽ നിൽക്കാൻ വേണ്ടി. കാരണം സ്റ്റിയറിങ്ങിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വണ്ടിക്ക് ചെറിയൊരു വെട്ടിൽ വരും, അതുപോലെ ആ ടയറിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ ടയർ റോഡ് വെക്കുന്നത്. അപ്പം ടയർ റോഡിൻ്റെ മുകളിൽ ചെറിയ ഷെയ്ക്ക് കൂടുതൽ വന്നാൽ തന്നെ വണ്ടിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷൻ മാറിപ്പോവും. അപ്പം റണ്ണിങ്ങിൽ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ടയർ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഷെയ്ക്കുള്ള ഏതാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ രണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ രണ്ടും മാറ്റാം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒന്ന് മാത്രമേ മാറ്റുന്നുള്ളൂ. അങ്ങനെ ടയർ റോഡ് അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു ലോക്ക് ഉണ്ട്. ലോക്ക് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ അതുപോലെ ആ ലോക്ക് അയച്ചത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കി വെച്ചതിന് ശേഷം മാറ്റിയാൽ മതി. ഇനി നമുക്ക് ബാക്കി ഓരോ ഭാഗങ്ങളായിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിനകത്ത് ബാക്കി ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. അടുത്തതായി നമ്മൾ ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പിനിയൻ അയച്ചെടുക്കുകയാണ്. അപ്പം പിനിയൻ അയക്കാൻ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ലൂസാക്കേണ്ടി വന്നു. നമ്മളെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് അതൊന്ന് ലൂസാക്കി എടുത്ത്. അപ്പം അതിന് ശേഷം നമ്മളിവിടെ റാക്ക് ഗാർഡിൻ്റെ ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷറിൻ്റെ നെറ്റാണ് ഇപ്പം നമ്മൾ ലൂസാക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന റാക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഷേക്കും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രിങ്ങും അതുപോലെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പിന്നെയും ജസ്റ്റ് ലൂസാക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഞാൻ നല്ല ടൈറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വലിച്ചായിരുന്നു, പക്ഷേ ടൈറ്റൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഊരിപ്പോന്നു. ഇനി അടുത്തത് ഈ പിനിയൻ്റെ മുകളിലൊരു ബെയറിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ബെയറിങ്ങിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം. കാരണം ആ ബെയറിങ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിങ്ങിന് റണ്ണിങ് ടൈമിൽ നല്ല ഷേക്ക് ഉണ്ടാവും. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ആ ഡാമേജ് ആണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ മാറ്റണം. ഇനിയിപ്പോൾ പിനിയൻ അയച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ആ റാക്കൊന്ന് പുറത്തെടുക്കാനാണ്. അപ്പം റാക്ക് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അയച്ച ഒരു റാക്ക് ഗാർഡിൻ്റെ വാഷർ ഉണ്ടാവും. അപ്പോൾ വാഷർ പുറത്തെടുക്കാൻ ആദ്യം നമുക്ക് റാക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാലുള്ളൂ വാഷർ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ റാക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആ വാഷർ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൈ വെച്ച് ഉള്ളിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റാക്കിൻ്റെ ഗാർഡ് നമുക്ക് എടുക്കാൻ കഴിയും. അവിടെ വരുന്നൊരു വാഷർ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വാഷർ എന്ന് പറഞ്ഞാൽ പിനിയൻ്റെ ഷേക്കും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാഷറായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ റാക്കിന് വേണ്ടിയിട്ട് വേറൊരു വാഷറും കൂടെ വരുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ എൻഡിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു വാഷറാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു റാക്ക് വെച്ചിട്ട് തന്നെ തട്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വയറൊന്നുമില്ല. നമ്മൾ ഫുൾ സാധനങ്ങൾ നമ്മളതിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. A few moments later. അങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിൽ ഫുൾ സാധനം, അതായത് അതിൻ്റെ മൊത്തം പാർട്സ് നമ്മൾ
ഫുൾ ക്ലീൻ ചെയ്ത് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ക്ലീനാക്കി അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഗ്രീസും ചളിയും എല്ലാം ക്ലീനാക്കി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതങ്ങനെ നോക്കാം. ഇനി ആദ്യം തന്നെ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ആ ഒരു അവസാനം വരുന്നൊരു വാഷർ ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു റാക്കിലേക്കുള്ളൊരു വാഷർ. അപ്പോൾ ആ വാഷറാണ് നമുക്കിവിടെ ആദ്യം തന്നെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ വാഷർ വെച്ചതിന് ശേഷം അതിനെ ലോക്കിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഹാമർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് തിരിച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി. തട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം അതിൽ ഡാമേജ് വരരുത്. അപ്പോൾ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ വാഷർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് അടിച്ച് ഉള്ളിലേക്ക് കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ റാക്ക് തിരിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പം റാക്ക് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം റാക്ക് തിരിച്ചിടുക. അതുപോലെ ഈ റാക്കിൻ്റെ മുകളിൽ മാത്രം ഗ്രീസ് ആക്കിയാൽ മാത്രം പോരാ, നമ്മളുടെ ബോക്സ്, അതായത് സ്റ്റെയറിംഗ് ബോക്സിൻ്റെ അകത്തും നല്ല രീതിയിൽ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം, ഗ്രീസ് ആക്കിയതിന് ശേഷം ഈ ഒരു റാക്ക് അതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ആ റാക്ക് അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ പിനിയൻ അതിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിനിയൻ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് റാക്ക് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പിനിയൻ ഇറക്കി ഒന്ന് അതിൻ്റെ മുകളിലുള്ള പിനിയൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് റാക്ക് വലിച്ച് നോക്കാം. എന്നിട്ട് ടൈറ്റ് ആണോ അല്ലെങ്കിൽ നോക്കാം. അതിനനുസരിച്ച് പിനിയനൊന്ന് നല്ല രീതിയിലൊന്ന് അതിനുള്ളിൽ സെറ്റാക്കി വെക്കേണ്ടി വരും. പിനിയൻ വെച്ച് റാക്ക് നല്ല രീതിയിൽ ഓക്കെ ആണെങ്കിൽ അതിനുള്ളിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് പിനിയൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാഷർ നമ്മൾ അവിടെ നിന്ന് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. അപ്പം ഒരു റാക്ക് ഗാർഡ് എന്ന് പറയുന്ന ഒരു വാഷറാണ് അവിടെ വരുന്നത്. അപ്പം ആ വാഷർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഒരു സ്പ്രിങ് വരും. സ്പ്രിങ് വെച്ച് കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് റാക്ക് ലൂസാവാത്ത രീതിയിൽ, അതായത് ലൂസ് ആവരുത്, അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ അതിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ നെറ്റൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ടൈറോ റാഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ പിനിയൻ എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിനിയൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിനിയൻ നമുക്ക് എന്താക്കാം, അവരുടെ മുകളിലൊരു വരുന്ന നെട്ടുണ്ട്, അത് നമുക്ക് ഒരു പൈപ്പ് ബ്രാഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്തോ ചെയ്യാം. ബോക്സോ അല്ലെങ്കിൽ സ്പാനറോ എന്താ ഉള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമ്മളിവിടെ പൈപ്പ് ബ്രാഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ടൈറോ റാഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ റാഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് റാഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു ടയർ റാഡ് കണക്ട് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നോക്കുക. അപ്പം റാഡ് വലിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മൂവ്മെൻറ്റ് ഓവറാണോ അല്ലേ എന്നുള്ളത്. പിന്നെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓവർ ഷെയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു റാഡ് ഓവർ ഷെയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു നെറ്റ് ടൈറ്റ് ചെയ്തിട്ട്, അതിൻ്റെ റാഡിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റാക്കി വെക്കുക. കാരണം ഓവർ അത് ടൈറ്റ് ആവാനും പാടില്ല, എന്നാലാണെങ്കിൽ ലൂസ് ആവാനും പാടില്ല. ആ ഒരു ജസ്റ്റ് ഒരു ഇതിൽ വേണം കിടക്കാൻ, അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റെയറിങ്ങിന് ഒരു നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ. ഇനി അടുത്ത് നമ്മൾ ടയർ റാഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടയർ റാഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ബുഷോടെ വരുന്നുണ്ട്. അപ്പോൾ ആ ബുഷ് ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബോൾ ജോയിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഗ്രീസാക്കി കൊടുക്കുക. ഗ്രീസാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ബുഷ്, അതിൻ്റെ മുകളിൽ വരുന്ന ഒരു റബ്ബർ, അപ്പം അത് നമുക്കൊരു ടൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുകയും കൊണ്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനോ അല്ലെങ്കിൽ പൊടി കയറാനോ ഒക്കെ ചാൻസ് കുറവ്. അതുകൊണ്ടാണ് നമ്മളവിടെ നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും സെറ്റാക്കി എടുക്കുക. അതോടുകൂടി നമ്മൾ വർക്ക് ഏകദേശം കഴിയും.
ഇനി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും റാഡ് ഫിറ്റ് ചെയ്ത്, ഇത്രയും നേരം നമ്മൾ ഒരു സൈഡിലായിരുന്നു റാഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതൊന്ന് വലിച്ച് എടുക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു സൈഡായിരുന്നു റാഡ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡിലും റാഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ലോക്കൊക്കെ ഇട്ട് ലോക്ക് കറക്റ്റാക്കാം. അതിൻ്റെ ശേഷം ആ ബുഷൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിയും. ബുഷ് ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ബുഷിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഗ്രീസ് കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്ക് കഴിയും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ അയച്ചെടുത്ത് അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാറിംഗ് ബോക്സിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. കാരണം അത് കൂടുതൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അലൈൻമെൻറ്റ് ഷോപ്പ് പോയതിന് ശേഷം അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം. കാരണം രണ്ട് വീലും രണ്ട് അലൈൻമെൻ്റ് ആയിരിക്കും നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഫുൾ അയച്ചതുകൊണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ വണ്ടി നമ്മൾ കൂടുതൽ ഓടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വീലിന് പണ്ടത്തെ പോലെ തന്നെ പിന്നെയും കംപ്ലയിൻറ്റ് വരും. കാരണം രണ്ട് അലൈൻമെൻറ്റ് കിടന്ന് ഓടുന്നതുകൊണ്ട് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി കൂടുതൽ ഓടാൻ പാടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.